മെയ് 8-നായിരുന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് എൻ്റെ ഉമ്മാൻ്റെ വക എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഒരു ക്ലോത്ത് കേട്ടോ. ഞാൻ തയ്ക്കണതുകൊണ്ട് തന്നെ ക്ലോത്താണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വെച്ച് ഒരു അടിപൊളി മോഡൽ സ്റ്റിച്ച് ചെയ്യണമല്ലോ. അത് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാകുമ്പോൾ നമ്മൾ കൂടുതൽ ഭംഗിയായിട്ട് തയ്ച്ചിടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നോക്കി ടൈമൊക്കെ എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. ഉമ്മ പരാതി തുടങ്ങിയിട്ടുണ്ട്, എന്താ ഞാൻ വാങ്ങി തന്നത് തയ്ക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. ഒടുവിൽ ഞാനൊരു അടിപൊളി മോഡൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന് എന്താ പറയുക, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഷോർട്സ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ഞാൻ ആദ്യം ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത്, ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് രണ്ടാക്കി മടക്കിയതിന് ശേഷം 5 ഇഞ്ച് വീതിയിൽ ആദ്യം അടയാളപ്പെടുത്തി ഒരു ലൈൻ വരച്ചു കൊടുത്തു. ആ ലൈനുമേലാണ് നമ്മൾ ബാക്ക് പീസ് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളിതാ ഫ്രണ്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ 5 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടാവില്ല, നമ്മൾ ആദ്യം ഒരു 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് എക്സ്ട്രാ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇത്രയും വീതിയായിട്ട് വിഡ്ത്തിൽ നമുക്ക് നെക്കിൻ്റെ ഭാഗം കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഭാഗം നമ്മുടെ കറക്റ്റ് അളവിൻ്റെ രീതിയിൽ നമ്മളിതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് അളവ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മളത് ചെറിയ ചെറിയ ഞൊറിവാക്കി പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ യോക്ക് ഭാഗത്ത് വെക്കാനിതാ വേറൊരു ക്ലോത്ത് വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ ഇതുപോലെ യോക്ക് ഭാഗത്ത് വെച്ച് നെക്ക് നമ്മൾ വി ഷേപ്പിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഒരു ഭാഗം വരുന്നത്. താഴേക്ക് ഇങ്ങനെ ഒരു വേസ്റ്റിൻ്റെ അവിടുന്ന് ചെറുതായിട്ടൊരു ഞൊറിവൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ ഇത് അവിടെ നമ്മൾ ഭംഗിക്കൊക്കെ വേണ്ടി കുറച്ച് ആ കര വെച്ചിട്ട് ഇതാ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഞൊറിവൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സ് നമുക്ക് ചേരുമോ അങ്ങനെയൊക്കെയുള്ള ഡൗട്ടും എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ഫിറ്റായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. വയറ് കൂടുതലുള്ള പോലെ തോന്നുന്നതിനേക്കാൾ ഒതുങ്ങിയ പോലെ തോന്നിയിട്ട് എൻ്റെ അമ്മക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.